പുഷ്പന്റെ പരാതിയിൽ KSU നേതാവ് അലോഷ്യസ് സേവ്യറിനെതിരെ കേസ്. കൂത്തുപറമ്പ് വെടിവയ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ പരാതിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെതിരെ കേസ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്നാണ് പരാതി. തുടർന്ന് ചൊക്ലി പോലീസാണ് അലോഷ്യസിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത്. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ CPM നയം മാറ്റത്തെ വിമർശിച്ച് അലോഷ്യസ് ഈ മാസം 6 പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് പുഷ്പൻ പരാതി നൽകിയത്. IPC 153 പുറമെ കേരള പോലീസ് ആക്ടിലെ 120 ചുമത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ് കിടപ്പിലാണ് പുഷ്പൻ. അലോഷ്യസ് സേവ്യറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉരുണ്ട ഭൂമിയിലിങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഇടതുപക്ഷമേ നമിക്കുന്നു നിങ്ങളെ. സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ പാടെ ചവച്ചു തുപ്പിയ നിങ്ങളുടെ വാക്കും കേട്ട് TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാന്യത ഉണ്ടെങ്കിൽ മാപ്പ് പറയിപ്പിക്കാൻ CPM തയ്യാറാകണം. 2016 ജനുവരി 30 അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗമായ TP ശ്രീനിവാസനെ SFIക്കാർ ആക്രമിച്ചതിനെ തള്ളാതെ CPM സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് തങ്കലിപിയിൽ എഴുതി വയ്ക്കണം. വാക്കുകൾ ഇപ്രകാരമാണ്: ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനാണ് TP ശ്രീനിവാസനെ ഉപയോഗിച്ച് ശ്രമിക്കുന്നത്. നമ്മുടെ നാടിന് ചേരാത്തതാണ് അക്കാദമിക് സിറ്റി എന്ന സങ്കല്പം. വിദേശ സ്ഥാപനങ്ങളുടെ ഏജന്റുമാരായി മാറേണ്ടതില്ല. എന്തു പറ്റി ഇപ്പോൾ സഖാവേ? കുട്ടി സഖാക്കന്മാർക്കും ഇപ്പോൾ പ്രതിഷേധിക്കണ്ടല്ലോ. നിങ്ങളുടെ നാണം കെട്ട ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ നാടകങ്ങൾക്കായി നിങ്ങൾ രക്തസാക്ഷികളാക്കി തീർത്തവരോടും ജീവിക്കുന്ന രക്തസാക്ഷിയോടും നിങ്ങൾ കാണിച്ച നീതികേട് കാലം ഓർത്തിരിക്കും. പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? ആ വരികൾ വലിയ ചോദ്യത്തിലേക്കാണ് ഇടതുപക്ഷത്തെ നയിക്കുന്നത്. പുഷ്പനെ അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക. പുഷ്പന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന ഒരു കാലം വരുമെങ്കിൽ ആദ്യം ആ മനുഷ്യൻ ചെയ്യുക നിങ്ങളുടെ കവിളിൽ നോക്കി ആഞ്ഞൊരടി തരിക തന്നെയാകും. അലോഷ്യസ് സേവ്യർ പറഞ്ഞു.